Hi friends, welcome to my recipe corner. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചോറിനൊപ്പം സൈഡ് ഡിഷ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡിനൊപ്പം കോമ്പിനേഷൻ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കോഴിമുട്ട കൊണ്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് എഗ് ബുർജി. അപ്പോൾ എഗ് ബുർജിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് കുറച്ച് നാടൻ രീതിയിലാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാനൊരു കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആദ്യം ഒരു 2 തണ്ട് കറിവേപ്പില, ഇനി ഒരു 2 സവാള ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം പീസ് ഇഞ്ചി ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തത്, ഒരു 4 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഇനി കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയൊക്കെ മതി. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി ഒന്നങ്ങ് വെന്ത് വരണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 4 മുട്ട കുറച്ച് ഉപ്പുമൊക്കെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്ത് ചേർക്കുവാണേ. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയത് കൂടി ചേർക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ, ഒരു നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഈസി റെസിപ്പിയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. ഇതുപോലൊരു ഈസി ആൻഡ് ഈസി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.